എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സേഫ് ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് ടിഷ്യൂ പേപ്പറും പിന്നെ സ്കെച്ച് പെന്നുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഇപ്പോൾ ദാ ഇവിടെ കുറച്ച് ടിഷ്യൂ പേപ്പറും പിന്നെ കുറച്ച് സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കെച്ച് പെൻ തൽക്കാലം മാറ്റി വയ്ക്കാം, എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ കേട്ടോ. അപ്പോൾ ഏത് മോഡലായിട്ടുള്ള ടിഷ്യൂ ആയാലും മതി. അപ്പോൾ ഇത് ഫേസ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇത് ഞാനിതാ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, 3 എണ്ണം വെക്കുന്നുണ്ട്. ഇനി ഞാൻ എല്ലാത്തിനെയും കൂടി പിടിച്ചിട്ട് 4 ഭാഗമാക്കി മടക്കുകയാണ്. ആദ്യം നടുവേ മടക്കി, പിന്നെ ഒന്നുകൂടെ മടക്കി. അപ്പോൾ നിങ്ങളുടെ വലിയ ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ നോക്കിയും കണ്ടും മടക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വലിപ്പം ഏകദേശം കിട്ടണം. ചില ടിഷ്യൂ കുറച്ച് നീളത്തിലാണെങ്കിൽ 3 മടക്ക് മടക്കാൻ പറ്റും. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നടുവേ മടക്കിയ ഭാഗമില്ലേ, അവിടെ ഒരു കട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും മടക്കിയില്ലേ, അവിടെയും മടക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യുക. അപ്പോൾ 4 ഭാഗമായിട്ട് നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു കമ്പി വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്പി വെച്ച് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കമ്പി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ കമ്പി വെച്ച് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇതാ നമ്മൾ ടൈറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെയറുകളില്ലേ, നമ്മൾ എത്ര പേപ്പർ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ലെയറുകൾ കിട്ടും. അതെല്ലാം ഒന്നിങ്ങനെ വിടർത്തി എടുക്കുക കേട്ടോ. ഇത് നല്ല സോഫ്റ്റായ പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കീറാണ്ട് പതുക്കെ ഇങ്ങനെ വിടർത്തണം. ഇനി നമ്മൾ ഇതുപോലെ അത് കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തുമ്പത്ത് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ എത്രത്തോളം ഡാർക്കായിട്ട് വേണോ അത്രയ്ക്കും ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ കൈമേക്ക് ഇങ്ങനെ നിറച്ച് മഷിയായിട്ട് ഇരിക്കുന്നത്. അത് അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം ഡാർക്കായിട്ട് റെഡ് കളർ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതിങ്ങനെ ബാക്കിൽ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് അടിഭാഗത്ത് ഈ ഗ്രീൻ ടേപ്പിലേ അതൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ടേപ്പ് ഗമ്മുള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗമ്മ് കുറവുള്ള ടേപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പശയും കൂടെ ആദ്യം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും അഴിയാതെ ഇരുന്നോളും. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് ചുറ്റട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതുപോലെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് 2 എണ്ണം കൂടി ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറുകൾ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞു. അതിനുശേഷം സെൻറ്ററിൽ കമ്പി വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തു. ഇനി ഞാനിത് കൂട്ടി പിടിച്ചിട്ട് ഇതിന് ഏത് കളറാണ് കൊടുക്കുക, വയലറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വയലറ്റ് വെച്ചിട്ടൊന്ന് കളറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഈസിയാണ് കളർ ചെയ്യാനായിട്ട്. തൊടുമ്പോഴേക്കും ഇങ്ങനെ കളറാവും കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു ബ്ലൂ കളറും കൂടെ ചെയ്തു കേട്ടോ. കണ്ടോ, ഇപ്പോൾ ദാ നമ്മുടെ 3 ഫ്ലവറുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്